ടാരോട്ട് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തലക്കെട്ട് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ആത്മീയ പാതയുമായി എനിക്ക് എങ്ങനെ കൂടുതൽ അടുക്കാൻ കഴിയും എന്നുള്ളതാണ്. 3 കാർഡ് സ്പ്രെഡാണ്. അപ്പോൾ റീഡിങ്ങിലേക്ക് കിടക്കാൻ കൂട്ടുകാരെ. അപ്പോൾ പാസ്റ്റിൽ നമുക്ക് യൂണിവേഴ്സ് തന്നിരിക്കുന്ന കാർഡ് ദ മൂൺ എന്ന മേജർ അർക്കാന കാർഡാണ്. ഈ കാർഡിലെ സൂചനകൾ ഇതാണ്: വഞ്ചന, ആശയവിനിമയത്തിൻ്റെ അഭാവം, ഭയം, ആശങ്ക, മിഥ്യാബോധം, ആശയക്കുഴപ്പം തുടങ്ങിയവയാണ്. ഈ കാർഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഗ്രഹണചന്ദ്രനെയും ഒരു വശത്തൊരു നായയെയും മറുവശത്തൊരു ചെന്നായയെയും ജലത്തിൽ നിന്നും കയറി വരുന്ന ഒരു തേളിനെയും 2 പില്ലറുകളുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ചഞ്ചലതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മനസ്സ് 2 വഴികളിലൂടെ പോകാൻ പ്രേരിപ്പിക്കുന്നുണ്ട്: ആത്മീയ വികാസം പ്രാപിക്കാനുള്ള പാതയും ഭൗതികതയിൽ മാത്രം മുഴുകി ജീവിതം മുന്നോട്ട് പോകാനുള്ള പാതയും. ചന്ദ്രൻ മനസ്സിനെ നിയന്ത്രിക്കാൻ മനസ്സിൻ്റെ കാരകത്വം ചന്ദ്രനാണ് നിർവഹിക്കുന്നത്, അറിയാമല്ലോ. അത് ഗ്രഹണാവസ്ഥയിലാണ്. നല്ല ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ഈ കാർഡിൻ്റെ പരിണാമം എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല. വഴിതെറ്റി ലക്ഷ്യമില്ലാതെ അലയുന്നതായിട്ടുള്ള സൂചന ഇത് നൽകുന്നുണ്ട്. മാനസിക പിരിമുറുക്കങ്ങൾ മാറ്റി സ്വന്തം അവബോധത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ദൈവികമായ കാര്യങ്ങളിൽ കൂടുതൽ മുഴുകുക. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളാൽ കഴിയും വിധം മുന്നോട്ടിറങ്ങുക. പ്രക്ഷുബ്ധമായ മനസ്സിനെ ശാന്തമാക്കാൻ മെഡിറ്റേഷൻ, യോഗ മുതലായ സാധനങ്ങൾ ചെയ്യാം. ഭൗതികതയിൽ ജീവിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആത്മീയപാത പിന്തുടരുകയും ചെയ്യാം. അതിന് പ്രത്യേക വേഷഭൂഷാദികളുടെ ഒന്നും ആവശ്യമില്ല. പ്രപഞ്ചത്തോട് കൂടുതൽ അടുക്കുക. ചുറ്റുമുള്ളവരോട് ശത്രുതയില്ലാതെ അർഹിക്കുന്നവരെ സഹായിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവുകൾ അവർക്ക് പകർന്നു നൽകുക. മനസ്സിൽ നിന്നും പക, വിദ്വേഷം, അസൂയ എന്നിവ തുടച്ചു മാറ്റുക. അപ്പോഴേ നമ്മുടെ മനസ്സ് ഒരു തെളിഞ്ഞ ജലാശയം പോലെ ആയിത്തീരും. ആത്മീയമായ ഉന്നതി കൈവരിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് നമുക്ക് നൽകും. സഹജീവികളോട് കരുണയുള്ളവരാകുക. അതിൽ നിന്നും പ്രസൻറ്റിലേക്ക് വരുമ്പോൾ പേജ് ഓഫ് സോഡ്സ് എന്ന മൈനർ ആർക്കാന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. സോഡ് അറിയാലോ, ഒരു വായു തത്വത്തെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ആത്മീയ ഉണർവ് ലഭിച്ച ശേഷം ഉള്ള പുതിയൊരു ഉണർവ്, ഒരുപാട് പുതിയ കാര്യങ്ങൾ അറിയുവാനുള്ള മനസ്സിൻ്റെ വെമ്പൽ കാർഡിലെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പാസ്റ്റിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു യുവാവ്, കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു വാൾ. കാലുകൾ ഫ്യൂച്ചറിലോട്ടാണ്. വായുവേഗത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമം. ഇതേ അവസ്ഥയിലാണ് നമ്മളും എന്നാണ് യൂണിവേഴ്സ് നൽകുന്ന സൂചന. മനസ്സിൻ്റെ നന്മകൾ ഈ ലോകമെമ്പാടും നിറയ്ക്കുക. വായുവിന് എവിടെയും നിറഞ്ഞു നിൽക്കാം. നമ്മുടെ കാര്യങ്ങളും അതുപോലെ തന്നെ. കോടീശ്വരരായിട്ട് ഒരു കാര്യവുമില്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ധനം അത്യാവശ്യം തന്നെയാണ്. ആത്മീയമായി ദരിദ്രാവസ്ഥയിൽ ഇരുന്നിട്ട് ധനം കുമിഞ്ഞു കൂടിയാൽ നമുക്ക് എന്താണ് ഒരു സമാധാനം ലഭിക്കുക? അതിനാൽ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന, മാനസികമായ ഉല്ലാസം നൽകുന്ന പാത തിരഞ്ഞെടുക്കുക. അവിടെ നിന്നും ഫ്യൂച്ചറിൽ വരുമ്പോൾ 2 ഓഫ് വാണ്ട്സ് എന്ന അഗ്നിതത്വമുള്ള ഒരു കാർഡാണ് യൂണിവേഴ്സ് ടാരോറ്റിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ്: സ്വന്തം ശക്തി, പരിശ്രമം, നേട്ടം, ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം മുതലായവയാണ്. 2 എന്ന നമ്പർ ആശയപരമായ ഒരു മുന്നേറ്റത്തെ സൂചിപ്പിക്കുന്നു. ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കയ്യിൽ വടിയും മറുകൈയിൽ ഭൂഗോളവും പിടിച്ച് ദൂരെ കടലിലേക്ക് കണ്ണു നട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. വലതുവശത്തും അതുപോലൊരു വടി നമുക്ക് കാണാം. അതായത് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക, ആത്മീയമായി നമുക്ക് എങ്ങനെ മുന്നേറാം എന്നുള്ള ആലോചന, അതിനുള്ള ഊർജം നമ്മളിലുണ്ട് എന്ന് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നു. പുതിയൊരു യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ചിത്രത്തിൽ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: പറ്റിയൊരു അവസരം മുമ്പിൽ ലഭിച്ചിരിക്കുന്നു, അതിനെ വിനിയോഗിക്കുക. അയാളുടെ ചുവപ്പ് വസ്ത്രം പാഷനെ സൂചിപ്പിക്കുന്നതാണ്. നമ്മളും അതുപോലെ മാനസികമായ ഉന്നതിക്ക്, സമൂഹത്തിനെ ഉയർത്തുവാൻ നമ്മൾ ആദ്യം സജ്ജരാകുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു കൺട്രോൾ സോണിലാണ് ഉള്ളത് എന്ന് യൂണിവേഴ്സ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സ്പിരിച്വാലിറ്റി ഉയർത്തുവാൻ ശ്രമിക്കുക. നമ്മൾക്ക് അത് ഉണ്ടായാൽ നമ്മളോട് അടുത്തിടപെടുന്നവർക്കും നമ്മളിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി അനുഭവിക്കുവാൻ കഴിയും.
ആത്മജ്ഞാനം ലഭിച്ചവർക്ക് എത്ര കഠിനമായ ജീവിത ചുറ്റുപാടുകളായാലും അതൊക്കെ നിഷ്പ്രയാസം മറികടക്കുവാനും കഴിയും. പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുവാൻ നമുക്ക് നിശ്ചയം സാധിക്കും. അപ്പോൾ ഈ 3 കാർഡുകളും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിനെ നിയന്ത്രിച്ച് ചഞ്ചലരാകാതെ ആ അവസ്ഥയിൽ നിന്നും മാറി ശരിയായ പാത തിരഞ്ഞെടുത്ത് മുന്നേറിയാൽ ആവേശഭരിതമായ ഒരു ശിശുവിൻ്റെ നൈർമല്യത്തോടെ നമ്മുടെ കർമ്മങ്ങളിൽ വ്യാപൃതരായി സ്വന്തം അവബോധത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. അർപ്പണ മനോഭാവത്തോടെ മുന്നോട്ട് പോയാൽ തീർച്ചയായും ആത്മീയ ഉന്നതി കൈവരിക്കുവാനും നമ്മൾ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിന് നമ്മളാൽ കഴിയുന്ന നന്മകൾ ചെയ്യുവാനും നമുക്ക് നിശ്ചയം സാധിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായോ എങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. നിങ്ങളുടെ മുഴുവൻ സപ്പോർട്ടും എനിക്കുണ്ടാകണം കേട്ടോ. വീണ്ടും പുതിയൊരു തീമുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.